ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. കരുണയുടെ അവസാന മണിക്കൂർ എന്നീ പുസ്തകം ഇന്നിവിടെ വായിച്ചു തീർക്കാനായിട്ട് നമുക്ക് സാധിച്ചു. അതിനായിട്ട് നമുക്ക് ദൈവത്തോട് ഒത്തിരി നന്ദി പറയാം. നമ്മുടെ ജീവിത നവീകരണമാണ് ഈ വെളിപാടുകളിലൂടെയും വെളിപ്പെടുത്തലുകളിലൂടെയൊക്കെ നമുക്ക് ലഭിക്കുന്ന. ഇതെല്ലാം നമുക്കൊരവസരമാണ്. നമ്മുടെ കഴിഞ്ഞ കാല ജീവിതത്തിൽ നമുക്ക് വന്നുപോയ എല്ലാ തെറ്റുകളെയും തിരുത്തിക്കൊണ്ട് യേശുവിനോട് കൂടെ പിതാവിങ്കിലേക്ക് തിരിച്ചു വരുന്ന ധൂർത്തപുത്രനെ പോലെ ദൈവസ്നേഹത്തിലോട്ട് നമ്മളെ മാടി വിളിക്കുന്നു. ദൈവകരുണയിൽ നമുക്ക് ആശ്രയിക്കാം. ഇന്നത്തെ ഈ കാലഘട്ടത്തിൻ്റെ തിന്മകളിൽ നിന്നെല്ലാം അകന്ന് വിളിച്ച് വേർതിരിച്ച് മാറ്റപ്പെട്ട ഒരു ജനമായിട്ട് തീരാനായിട്ട് നമുക്ക് സാധിക്കട്ടെ. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 10-ാം അധ്യായം 16-ാം വാക്യത്തിൽ പറയുന്നു, ചെന്നായ്ക്കളുടെ ഇടയിലേക്ക് ചെമ്മരിയാടുകളെ എന്ന പോലെ ഞാൻ നിങ്ങളെ അയക്കുന്നു. അതിനാൽ നിങ്ങൾ സർപ്പങ്ങളെപ്പോലെ വിവേകികളും പ്രാവുകളെപ്പോലെ നിഷ്കളങ്കരുമായിരിക്കുവിൻ. മനുഷ്യരെ സൂക്ഷിച്ചുകൊള്ളുവിൻ. വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷം 13-ാം അധ്യായം 14 മുതലുള്ള വാക്യങ്ങളിൽ, വിനാശത്തിൻ്റെ അശുദ്ധ ലക്ഷണം നിൽക്കരുതാത്തിടത്ത് നിൽക്കുന്നത് നിങ്ങൾ കാണുമ്പോൾ വായിക്കുന്നവൻ ഗ്രഹിച്ചു കൊള്ളട്ടെ. യൂദയായിലുള്ളവർ പർവ്വതങ്ങളിലേക്ക് പലായനം ചെയ്യട്ടെ. പുരമുകളിലായിരിക്കുന്നവൻ താഴെ ഇറങ്ങുകയോ വീട്ടിൽ നിന്ന് എന്തെങ്കിലും എടുക്കാൻ അകത്ത് പ്രവേശിക്കുകയോ അരുത്. വയലിലായിരിക്കുന്നവൻ മേലങ്കി എടുക്കാൻ പിന്തിരിയരുത്. ഈ വചനങ്ങളിലൂടെയൊക്കെ നൽകുന്ന മുന്നറിയിപ്പുകൾ ഈ കാലഘട്ടത്തിൻ്റെ വെളിപ്പാടിൻ്റെയൊക്കെ യുഗാന്തത്തിലേക്ക് ഉള്ളൊരു ഒരുക്കമാണ്. നമ്മൾ നന്നായി ഒരുങ്ങിയിരിക്കാനും തിന്മയുടെ ശക്തികൾക്കെതിരെ ജാഗരൂകരുള്ളവരായിരിക്കാനും വചനം എപ്പോഴും ഉള്ളിൽ നിറയ്ക്കുവാനും ആ ഉള്ളിൽ നിന്ന് വരുന്നതാണ് ഒരുവനെ ശുദ്ധനോ അശുദ്ധനോ ആക്കുന്നത്. നമ്മുടെ ഉള്ളിൽ മുഴുവൻ ദൈവവചനമാണ്. സജീവവും ഊർജ്ജസ്വലവുമായ ആ വചനമാണ് നമ്മുടെ ഉള്ളിലെങ്കിൽ നമ്മുടെ അധരങ്ങളിൽ നിന്ന് പുറപ്പെടുന്നതും ദൈവസ്നേഹമായിരിക്കും, പരസ്നേഹ പ്രവർത്തനങ്ങളായിരിക്കും നമ്മൾ ചെയ്യുന്നതും. അതുകൊണ്ട് എപ്പോഴും ദൈവരാജ്യത്തെ, സ്വർഗരാജ്യം ലക്ഷ്യം വെച്ച് ജീവിക്കാനായിട്ട് നമ്മെ ഓരോരുത്തരെയും ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. വിളവധികം വേലക്കാരെ ചുരുക്കം. അതിനാൽ വേലക്കാരെ അയക്കാനായിട്ട് വിളവിൻ്റെ നാഥനോട് പ്രാർത്ഥിക്കുവിൻ. പോകുവിൻ, ഇതാ ചെന്നായ്ക്കളുടെ ഇടയിലേക്ക് കുഞ്ഞാടുകളെ എന്ന പോലെ ഞാൻ നിങ്ങളെ അയക്കുന്നു. ദൈവരാജ്യം പ്രഘോഷിക്കുവാനായിട്ട് ദൈവസ്നേഹം കൊണ്ടും പരിശുദ്ധ കുർബാനയിൽ നിന്ന് ലഭിക്കുന്ന ശക്തി കൊണ്ടൊക്കെ കരുത്തരായിട്ട് ദൈവത്തിന് വേണ്ടിക്ക് പ്രവർത്തിക്കാനായിട്ട് ഓരോരുത്തർക്ക് സാധിക്കട്ടെ. അതിന് പരിശുദ്ധ അമ്മയുടെ കരം പിടിച്ച് യേശുവിലൂടെ ദൈവപിതാവിങ്കിലായിട്ടുള്ള നമ്മുടെ ഈ തീർത്ഥാടന യാത്രയിൽ ദൈവത്തിൻ്റെ കൃപ നമ്മോടൊത്തുണ്ടായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രൈസ് ദി ലോർഡ്.